ഒരാഴ്ചക്കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. ഒഡീഷയിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ മലയാളി കത്തോലിക്ക വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച സംഭവവും വോട്ടെടുപ്പിന്റെ നടത്തിപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമം നടത്തുന്നുവെന്ന ആരോപണം കടുപ്പിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനവും ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനം മൂലമുണ്ടായ മിന്നൽ പ്രളയവുമാണ് ഈ ആഴ്ചയിലെ സംഭവ വികാസങ്ങൾ. ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വർഗീയവാദികളുടെ ആക്രമണം തുടർക്കഥയാകുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ ആര് സംരക്ഷിക്കും? കാവലാവേണ്ട ഭരണകൂടം നോക്കുകുത്തിയാവുമ്പോൾ ജനാധിപത്യ ഇന്ത്യയിൽ മതേതരത്വം ആര് സംരക്ഷിക്കും? ഒഡീഷയിൽ മലയാളി കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന ആക്രമണം മതേതര ജനാധിപത്യ ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളെ പോലും ചോദ്യചിഹ്നമാക്കുന്നു. അക്രമികൾക്ക് നേരെ ഒരു കേസ് പോലും എടുക്കാതെ നിയമപാലകർ കാണിക്കുന്ന അനാസ്ഥ പൗരനെ കാവലാകേണ്ട നിയമ സംവിധാനങ്ങൾ നിഷ്പ്രഭമാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഒഡീഷയിൽ കന്യാസ്ത്രീമാർക്കും വൈദികർക്കും നേരെയുണ്ടായ ആക്രമണത്തിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് CBCI അധ്യക്ഷനും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിരുന്നു. ആക്രമിക്കപ്പെടുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷം മാത്രമല്ല, രാജ്യത്തിന്റെ ഭരണഘടന കൂടിയാണ്. കൃത്യമായ നടപടികളില്ലാത്തത് കൂടുതൽ ആക്രമണങ്ങൾക്ക് വഴിവെക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആക്രമണങ്ങൾ വരുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ഒരു ക്രൈസ്തവ ന്യൂനപക്ഷം മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് ഇന്ത്യയുടെ ഭരണഘടനയും മതസ്വാതന്ത്ര്യവും പിന്നെ ഒരു നാടുകളായി ക്രൈസ്തവരോടുള്ള വിവേചനം. ഇപ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ക്രൈസ്തവർക്കെതിരെ ആക്രമണം കൂടിയിട്ടുണ്ട്, ഇന്ത്യയിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ആക്രമണങ്ങളെയാണ് ശക്തമായ രീതിയിൽ പ്രത്യേകിച്ച് കണ്ടം ചെയ്യാൻ അത് ശരിയല്ല, അത് തിരുത്തേണ്ടതാണെന്ന് പറയാൻ നിങ്ങളോട്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും മനോഹരമായ ഭരണഘടന. ഇവിടെ മതവിശ്വാസം സ്വീകരിക്കാനും ജീവിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ അധികാരമുള്ള ഒരു അവകാശമുള്ള ഒരു സ്ഥലത്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇവിടെ സാധാരണക്കാർ വെറുതെ പോകുമ്പോൾ അവിടെ പിടിച്ചു നിർത്തി ആക്രമിക്കുന്നു. ഈ ആന്റി കൺവേർഷൻ ബില്ലിന്റെ പേര് പറഞ്ഞിട്ട് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. കഴിഞ്ഞ കാലത്ത് ഇപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റേറ്റിലും പല തരത്തിലാണ്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ കാര്യം കുറിച്ച് പറയുന്നില്ല, ആരെ കുറിച്ച് വ്യക്തിപരം പറഞ്ഞു. പക്ഷെ ഇങ്ങനെയുള്ള ചെയ്യുന്നത് സ്വതന്ത്ര ഭാരതത്തിന് ഒരിക്കലും ഭൂഷണമല്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളോട് എല്ലാവരും, സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റില്, കേന്ദ്രമാണെങ്കിൽ കേന്ദ്രം, ഇങ്ങനെയുള്ള ഭരണഘടനയ്ക്കെതിരായ ആക്രമണങ്ങളെ, മതസ്വാതന്ത്ര്യത്തിന്, ന്യൂനപക്ഷ അവകാശങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവരോടുള്ള അവഗണനയ്ക്ക് ഇതിനെതിരെ ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നേരത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ മോഡിജിയെ പ്രാവശ്യം കണ്ടു, അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തെ എഴുതി കൊടുത്തു. ഭാരതത്തിന്റെ രാഷ്ട്രീയ നിർമ്മിതിക്ക് ആനുപാതികമായി ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സമുദായമാണ് ക്രൈസ്തവ സമുദായം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ആക്രമണങ്ങളെ ചെറുക്കാൻ, അത് ഉണ്ടാകാതിരിക്കാൻ സ്വാതന്ത്ര്യത്തോടെ തന്നെ എല്ലാ മനുഷ്യർക്കും ഇന്ത്യയിൽ ജീവിക്കാനുള്ള സംവിധാനവും സാഹചര്യവും ഉണ്ടാകണമെന്നാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് രാത്രി നടന്നെങ്കിൽ ഇന്ത്യയാണ് അറിഞ്ഞത്, ഇന്നലെ രാത്രിയാണ് വിശദമായി ചോദിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ആക്രമണങ്ങളെ അവലംബിക്കുന്നതോടൊപ്പം ആവശ്യമായ സുരക്ഷിതത്വം, സംരക്ഷണം എല്ലാ മനുഷ്യർക്കും, ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സംലഭ്യമാകാൻ ഇങ്ങനെ ഫ്രിഞ്ച് ഗ്രൂപ്പ്സ്, തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ വളരുന്നുണ്ട്. അത് എല്ലായിടത്തും ഉണ്ട്, പല തരത്തിലുണ്ട്, പല മതങ്ങളിലുണ്ട്. അതൊക്കെ നിർത്തലാക്കി എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ, മതസ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട സർക്കാരുകളോട് പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിൽ കൃത്യമായി നടപടി എടുക്കാത്തത് കൊണ്ടാണല്ലോ പിന്നെയും ഇത് ഇപ്പോൾ ഒഡീഷയിൽ ആവർത്തിച്ചിരിക്കുന്നത്. എന്താണ് CBCI അതുകൊണ്ടാണ് ബന്ധപ്പെട്ട സർക്കാരുകൾ, എല്ലാ സർക്കാരുകളോടും, ഞാനിപ്പോ സംസ്ഥാനവും ഇതിലുണ്ട്, അവരോട് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന കാത്തു സൂക്ഷിക്കാൻ
സർക്കാരുകൾ നടപടിയെടുക്കുന്നത്. അത് കേന്ദ്രമാണെങ്കിൽ സംസ്ഥാനം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനൊപ്പാണ്. അതുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയ പാർട്ടി പറയുന്നില്ല, എല്ലാവരും അവരവരുടേതായ രീതിയിലുള്ള വ്യാഖ്യാനമല്ല. സത്യം പറഞ്ഞ് ഇത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്, ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് ഇത് ശരിയാണ്, ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ഒരു ആക്രമണങ്ങൾ എന്ന് തന്നെ പറയാം. അത് ഇന്ത്യയിലും ലോകത്തിലും വിഭാഗം കൊടുക്കുമ്പോൾ ഞാൻ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെയും ചില കാര്യങ്ങളിൽ നിന്നുകൊണ്ട് അത് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സമാധാനവും സന്തോഷവും എല്ലാവർക്കും സഹവർത്തിത്വത്തിനും വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് ഏറ്റവും ഉറപ്പുവരുത്തേണ്ടത് സർക്കാരുകളുടെ ഭാഗത്തുനിന്നാണ്. ആര് ഭരിച്ചാലും, ഏത് രാഷ്ട്രീയക്കാരും ഭരിച്ചാലും. ജലേശ്വർ സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ലിജോ നിരപ്പേൽ, ജോഡ ഇടവക വികാരി ഫാദർ വി ജോജോ, സിസ്റ്റേഴ്സ് ഓഫ് ദി വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ അംഗങ്ങളായ എലേസ, മോളി എന്നിവരാണ് ഗംഗാധറിലെത്തിയിരുന്നത്. ഫാദർ ലിജോ കുറവിലങ്ങാട് സ്വദേശിയും ഫാദർ ജോജോ തൃശൂർ സ്വദേശിയുമാണ്. കന്യാസ്ത്രീകൾ ആലപ്പുഴ സിസ്റ്റേഴ്സ് ഓഫ് ദി വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ അംഗങ്ങളാണ്. ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ BJPക്കെതിരെ സീറോ മലബാർ സഭ രംഗത്ത് വന്നിരുന്നു. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും പരിവാർ സംഘടനകളുടെ തീവ്ര നിലപാടുകൾ മൂലം ജീവിക്കാൻ തന്നെ കഴിയാത്ത വിധം അരക്ഷിതാവസ്ഥയിലാണ് ക്രൈസ്തവർ. ജനാധിപത്യ അവകാശങ്ങൾക്കുമേൽ കടന്നുകയറുന്ന വർഗീയ സംഘങ്ങൾ രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടുകയും നീതി ഉറപ്പാക്കുകയും വേണമെന്നും സഭ ആവശ്യപ്പെട്ടു. ഒഡീഷയിലെ ബജ്രംഗ് ദൾ ആക്രമണത്തിന് പിന്നാലെയാണ് സഭ പ്രതികരിച്ചത്. അതോടൊപ്പം മലയാളികളായ കത്തോലിക്ക പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച സംഭവത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപലപിച്ചു. മതപരിവർത്തനം നടത്തിയെന്ന വ്യാജ ആരോപണം ഉന്നയിച്ചാണ് സംഘപരിവാർ പ്രവർത്തകർ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ചതെന്നും രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ വേട്ടയാടലിന്റെ പ്രതിഫലനമാണ് ആക്രമണമെന്നും മുഖ്യമന്ത്രി എക്സിൽ കുറിച്ചു. ഒഡീഷയിലെ ജലേശ്വറിൽ കേരളീയ കത്തോലിക്ക പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും മതപരിവർത്തനം നടത്തിയെന്ന വ്യാജാരോപണം ഉന്നയിച്ച് സംഘപരിവാർ ഗുണ്ടകൾ ആക്രമിച്ചുവെന്ന റിപ്പോർട്ടുകൾ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ വേട്ടയാടലിന്റെ പ്രതിഫലനമാണ്. ആഴ്ചകൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം ഒഡീഷയിലെ ജലേശ്വറിൽ കത്തോലിക്ക വൈദികർക്കും സന്യസ്തർക്കും നേരെയുണ്ടായ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആക്രമണത്തെ അപലപിച്ച് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി. ഈ ആക്രമണം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, മറിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അസ്വസ്ഥതയുണ്ടാക്കുന്ന അക്രമത്തിന്റെ ഭാഗമാണ്. ഇത് രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയുടെ അന്തരീക്ഷത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും CBCI പ്രസ്താവിച്ചു. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് CBCI തുടരുമെന്നും കൂടാതെ എല്ലാ പൗരന്മാരുടെയും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അവകാശങ്ങളും അന്തസ്സും സുരക്ഷയും സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയിൽ ഉറച്ചു നിൽക്കുമെന്നും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ PRO ഫാദർ റോബിൻസൺ റോഡ്രിഗസ് പറഞ്ഞു. CBCI strongly condemns mob attack on Catholic priests and catechists in Odisha. The Catholic Bishops' Conference, CBCI, expresses its deep anguish and strongly condemns the shocking mob attack on 2 Catholic priests and a catechist in Jaleswar, Odisha on August 6, 2025. This incident is not an isolated case but part of a disturbing pattern of violence against Christian minorities, reflecting a growing climate of intolerance. According to the reports that we have received, the attack took place when Father Lijo, parish priest of St. Thomas's Church in Jaleshwar, the parish which is celebrating its Golden Jubilee this year, accompanied by another priest and 2 nuns and a catechist, was returning to the parish after celebrating a Requiem Mass. Requiem Mass is a mass offered for the repose of the soul. Requiem Mass from the village in a Catholic home. While the nuns on their way back, while the nuns were rescued by local village women, the priests and the catechist were stopped, abused, manhandled and falsely accused. Father Lijo's mobile phone was forcibly taken and
never returned. The catechist, Mr. Duryodhan, was brutally beaten and his motorcycle was damaged. Many in the mob of around 70 people's mob it was, many of the people in the mob were outsiders, not from that particular village. Such actions are a blatant violation of the constitutional rights and human dignity of minorities. The rising trend of mob violence poses a grave threat to the safety, security, and peaceful coexistence of the communities. The CBCI calls upon the government of Odisha to take swift and decisive action to identify and prosecute the perpetrators and to ensure the protection of all minority communities. We further urge the authorities to safeguard the fundamental rights guaranteed under the Constitution so that every citizen may live and practice their faith without fear. The CBCI will continue to monitor the situation closely and will stand firm in its commitment to defend the rights, dignity, and safety of all citizens, especially the Christian community. ഒഡീഷയിൽ വീണ്ടും വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ചപ്പോൾ കേരളത്തിലെ BJPക്കാർ എവിടെ പോയെന്ന ചോദ്യവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചു. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് അരമനയിൽ പോയി കേക്ക് കൊടുക്കാൻ പോവുകയാണ്. ഇതൊരു BJP അജണ്ടയാണ്. ഇത് ഹിറ്റ്ലർ രീതിയാണ്. ജർമ്മനിയിൽ നടന്നതുപോലെയാണ് ഇന്ന് രാജ്യത്ത് ക്രൈസ്തവ വേട്ട നടക്കുന്നത്. അതിശക്തമായ പ്രതിഷേധം രാജ്യം മുഴുവൻ ഉയരും. കോൺഗ്രസ് വൈദികർക്കും കന്യാസ്ത്രീകൾക്കും ഒപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP നേതാക്കന്മാരൊക്കെ എവിടെ പോയി? ഇന്നലെ ഒഡീഷയിൽ വീണ്ടും 2 മലയാളി വൈദികരെ, 2 കന്യാസ്ത്രീകളെ വീണ്ടും ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചിരിക്കുക. അവരെ ക്രൂരമായി മർദ്ദിച്ചു. ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ, ഒരു ഗ്രാമത്തിൽ മതപരമായൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയവരെ ഗ്രാമവാസികളുടെ എതിർപ്പ് മറികടന്ന് അവിടെയുള്ള 70ഓളം വരുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചു. 3 മണിക്കൂർ നേരം തടഞ്ഞു വെച്ചു. പോലീസ് കേസെടുത്തിട്ടില്ല. അവരുടെ അതിനു മുമ്പിൽ വഴികാട്ടിയായി വന്ന ബൈക്കിന്റെ പെട്രോൾ മുഴുവൻ ഊറ്റിക്കളഞ്ഞു. ഇവരുടെ ഫോൺ പിടിച്ചെടുത്തു. ക്രൂരമായി അവരെ മർദ്ദിച്ചു. 2 കന്യാസിമാരെയും 2 വൈദികരെയും, മലയാളികളായ വൈദികരെയും. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ 835ാമത്തെ സംഭവമാണ്. 1 വർഷത്തിനകം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്നത്. എവിടെ പോയി കേന്ദ്രമന്ത്രിമാർ കേരളത്തിലെ? എവിടെ പോയി രാജീവ് ചന്ദ്രശേഖർ? ഞങ്ങൾ പറഞ്ഞതല്ലേ സത്യം? എന്നിട്ട് ആട്ടിൻതോലിട്ട ചെന്നായികളെ പോലെ അരമനയിൽ പോയി കേക്ക് കൊടുക്കാൻ പോവാ. ഇതെല്ലാം ചെയ്തു വെച്ചു. ഇത് സംഘപരിവാർ അജണ്ടയാ, BJP അജണ്ടയാ. ഇതൊരു ഹിറ്റ്ലർ രീതിയാണ്, ഒരു സിയോണിസ്റ്റ് രീതിയാണ്. ഒരു പൊതുശത്രുവിനെ ഉണ്ടാക്കിയ പൊതുശത്രുവിനെ വേട്ടയാടുക എന്ന ജർമ്മനിയിൽ നടന്നതുപോലെ ഇന്ന് രാജ്യത്ത് ക്രൈസ്തവർ വേട്ടയാടപ്പെടുക. അതിശക്തമായ പ്രതിഷേധം രാജ്യം മുഴുവൻ ഉയരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ അവരുടെ കൂടെ അവർക്ക് സംരക്ഷണവുമായി നിൽക്കും. അതാണ് BJPയുടെ പൊള്ളത്തരമാണ് ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്. വോട്ടെടുപ്പിന്റെ നടത്തിപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമം നടത്തുന്നുവെന്ന ആരോപണം കടുപ്പിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനമാണ് ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങളിലൊന്ന്. മഹാരാഷ്ട്രയിലടക്കം തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തുന്നതായും വോട്ട് മോഷണം നടക്കുന്നതായും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. ഇതിന്റെ തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടു. ഇന്ത്യയിലുടനീളം എത്ര ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒത്തുകളിച്ച് ജനാധിപത്യത്തെ അട്ടിമറിച്ചിട്ടുണ്ടാകും. ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും നേരത്തെ തന്നെ ഇത്തരമൊരു സംശയം മുന്നോട്ട് വെച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി മികച്ച വിജയം നേടിയ മഹാരാഷ്ട്രയിൽ അതുകഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കപ്പുറം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വിജയം അന്വേഷിക്കേണ്ടതാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അട്ടിമറിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് പ്രഹരമേറ്റതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് അനുകൂലമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടുകൊള്ള നടത്തുന്നതായി ആരോപിച്ച് കോൺഗ്രസ് ബാംഗ്ലൂരുവിൽ സംഘടിപ്പിച്ച റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം ഒരാൾക്ക് ഒരു വോട്ട് എന്നതാണ്.
അത് അട്ടിമറിക്കപ്പെട്ടു. വോട്ട് കൊള്ളയിലൂടെയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതെന്നും വോട്ടർ പട്ടികയുടെ പൂർണ്ണരൂപം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. വോട്ടുകൊള്ളയ്ക്ക് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉദാഹരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കിയെങ്കിലും 4 മാസം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം BJPക്ക് ആയിരുന്നു. 1 കോടി പുതിയ വോട്ടർമാർ മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്തു. പുതിയ വോട്ടർമാർ വന്ന സ്ഥലങ്ങളിലെല്ലാം BJP വിജയിച്ചു. പുതിയ ആളുകളുടെ വോട്ടെല്ലാം BJPക്കാണ് പോയത്. പരിശോധനയിൽ കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് കുറഞ്ഞില്ലെന്ന് കണ്ടെത്തി. ലോക്സഭയിൽ ലഭിച്ച വോട്ട് നിയമസഭയിലും കോൺഗ്രസിന് ലഭിച്ചു. അപ്പോഴാണ് വോട്ടുകൊള്ള നടന്നതായി സംശയം തോന്നിയതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. More voters added in 5 months than in 5 years caused us suspicion. More voters than the entire population of Maharashtra. Again, very surprising fact. And then huge jump in voter turnout after 5 p.m. And everybody saw this. महाराष्ट्र में विधानसभा में हमारा गठबंधन वाइप आउट हो जाता है और लोकसभा में कुछ ही महीने पहले हमारा गठबंधन स्वीप करता है. Very suspicious. And Maharashtra में we found at the state level that लोकसभा और विधानसभा के बीच में 1 crore new voters came into the game. So we went to the Election Commission. I gave speech in Parliament. India Gathbandhan leaders did a press conference. No response. And then I wrote this article, and which we printed in multiple newspapers. And this was the crux of our argument. And we stated with certainty in our mind that Maharashtra election was stolen. And that article came out and it created a flutter. What is the crux of the problem? Voter list is the property of this country. The Election Commission absolutely refuses to give us the voter list. Doesn't give it to political parties, gives it in a form where it simply cannot be analyzed, or it couldn't be analyzed until we did this work. And go back. EC rejects Congress plea for machine readable Maharashtra voter list. Machine readable is the key. Because if we want to analyze the data, we need soft copies. And I'll explain to you why. Go back here. And then something very interesting they did. They said we're going to destroy CCTV footage. And this was surprising to us because there was this question in Maharashtra that you would have had to have massive voting after 5:30 for the numbers to add up. And our people knew, and the alliance people knew that in the polling booths, no such thing happened. There was not massive voting after 5:30. There were no big lines after 5:30. So these two things made us believe with reasonable certainty that the Election Commission of India was colluding with the BJP to steal elections. But we still didn't have proof. We were still in the zone ki, yes, we have Maharashtra, we have proof at the larger level, state level, we can see these voters have come, but ye nahi malum ye kaise aaye hain, kahan se aaye hain, system kaisa chalta hai, kahan se rigging ho rahi hai. So we put together a team and we told them, listen, we need to know how this is being done.
കർണാടകയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണങ്ങളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. കർണാടകയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഹുലിനെ ഇത് സംബന്ധിച്ച കത്ത് നൽകിയിരുന്നു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുടെ വിശദാംശങ്ങൾ സത്യവാങ്മൂലത്തിലൂടെ സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഇതിനായി സത്യവാങ്മൂലത്തിന്റെ മാതൃകയും രാഹുലിനെ നൽകിയിട്ടുണ്ട്. BNS സെക്ഷൻ 227 പ്രകാരം തെറ്റായ തെളിവ് നൽകുന്നത് ശിക്ഷാർഹമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം രാഷ്ട്രീയ നേതാക്കന്മാർ മൈതാന പ്രസംഗ ശൈലി മാറ്റണമെന്നും രാഹുൽ ഗാന്ധിയെ പോലെ വസ്തുത വെച്ച് സംസാരിക്കണമെന്നും മുരളി തുമ്മാരുകുടി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം പല കാരണങ്ങളാൽ തന്നെ ആകർഷിച്ചുവെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുൽ ഗാന്ധി ഉയർത്തിയ വിഷയം തീർച്ചയായും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയെപ്പറ്റിയുള്ളതാണ്, ശ്രദ്ധ അർഹിക്കുന്നതുമാണെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തോടൊപ്പം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് നേടിയെങ്കിൽ മോദിയുടെ കാലത്ത് അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അതിനുള്ള തെളിവാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. നടത്തം കൊണ്ടും പ്രഭാഷണം കൊണ്ടും നരേന്ദ്രമോദി ഒരു പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ ആണെന്ന് തെളിയിച്ചതായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലോടുകൂടി നരേന്ദ്രമോദി രാജ്യത്തെ ഏറ്റവും വലിയ വഞ്ചന നടത്തിയ ആളാണെന്ന് തെളിഞ്ഞിരിക്കുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തുവെന്ന ആരോപണം നിഷേധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തു വന്നു. വോട്ടർ പട്ടിക പിൻവലിച്ചുവെന്ന പ്രചാരണം തെറ്റാണെന്നും എല്ലാ വോട്ടർ പട്ടികകളും പൊതുജനങ്ങൾക്ക് ലഭ്യമാകുമെന്നും കമ്മീഷൻ അറിയിച്ചു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് മോഷ്ടിക്കൽ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് സമൂഹമാധ്യമങ്ങളിൽ വോട്ടർ പട്ടിക നീക്കം ചെയ്തുവെന്ന പ്രചാരണം സമൂഹമാധ്യമങ്ങളിൽ വ്യാപിച്ചത്. വെബ്സൈറ്റ് തകരാറിലായെന്നും വോട്ടർ ഡേറ്റ ഇല്ലാതാക്കിയെന്നുള്ള വാദങ്ങളും കമ്മീഷൻ തള്ളി. വോട്ടർ പട്ടിക പൊതുജനങ്ങൾക്ക് സൈറ്റിലൂടെ പരിശോധിക്കാവുന്നതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. വെബ്സൈറ്റിൽ നിന്ന് വോട്ടർ പട്ടിക ഒറ്റ രാത്രി കൊണ്ട് നീക്കം ചെയ്തുവെന്ന് അവകാശപ്പെടുന്ന എക്സ് അക്കൗണ്ട് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയത്. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് അനുകൂലമാക്കാൻ വോട്ട് കൊള്ള നടത്തുന്നെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. രാഹുൽ ഗാന്ധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി വോട്ടിന്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കുകയാണെന്ന് രാജ്യസഭാ MP GVL നരസിംഹറാവു ആരോപിച്ചു. രാഹുൽ ഗാന്ധി സ്വകാര്യപ്രദമായ നുണകൾ പറയുകയാണെന്നും വസ്തുതകൾ വളച്ചൊടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് ആർത്തുലച്ചു പെയ്യുന്ന മഴ. മഴയെ തുടർന്നുണ്ടാകുന്ന മലവെള്ളപ്പാച്ചിലിൽ മുങ്ങുന്ന നാടുകൾ. മേഘവിസ്ഫോടനം എന്നത് കേട്ടുപരിചിതമായ പദമാണ്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ മേഘവിസ്ഫോടനം? കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനമുണ്ടായി. അതേ തുടർന്ന് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, മറ്റു ചിലർക്ക് പാർപ്പിടങ്ങളും. ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനം മൂലമുണ്ടായ മിന്നൽ പ്രളയമാണ് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലൊന്ന്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മിന്നൽ പ്രളയം കടന്നാക്രമിച്ച ദരാലി ഗ്രാമത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഹർസിൽ ക്യാമ്പിലെ 9 സൈനികർ ഉൾപ്പെടെ 60 പേരെങ്കിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. 300-ലധികം പേരെ രക്ഷപ്പെടുത്തിയതായി വിവരമുണ്ട്. കരസേനയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ITBPയും പോലീസും ഉൾപ്പെടെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഗംഗയിൽ ജലനിരപ്പ് ഉയരുന്നത് രക്ഷാദൌത്യം ദുഷ്കരമാക്കിയിട്ടുണ്ട്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഉത്തരാഖണ്ഡ് സർക്കാർ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 20 കോടി രൂപ അനുവദിച്ചു. ദരാലി ഗ്രാമത്തിലെ വലിയൊരു പ്രദേശമാകെ മലവെള്ളപ്പാച്ചിലിലും മണ്ണിടിച്ചിലിലും ഒലിച്ചുപോയി. ദരാലിയിൽ മേഘവിസ്ഫോടനമുണ്ടായി മണിക്കൂറുകൾക്കകം സുഗി ടോപ്പിലും മേഘവിസ്ഫോടനമുണ്ടാവുകയായിരുന്നു. ഗീർഗംഗ നദിയുടെ വൃഷ്ടിപ്രദേശത്താണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. പിന്നാലെ നദി കരകവിഞ്ഞു. ഇതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു. ദരാലി മാർക്കറ്റ് പൂർണ്ണമായും നശിച്ചു. ലോവർ ഹാർഷലിലെ സൈനിക ക്യാമ്പിലും ഹെലിപാഡിലും നാശനഷ്ടമുണ്ടായി. നാട്ടുകാരും വിനോദസഞ്ചാരികളുമടക്കം 200-ലേറെ പേർ സ്ഥലത്തുണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. മലയാളികൾ ഉൾപ്പെടെ ഹർസിൽ, ഗംഗോത്രി, ധാല എന്നിവിടങ്ങളിൽ കുടുങ്ങിയ 275 പേരെ ഉത്തരകാശിയിലെ ഹെലിപാഡിലേക്കും ഡെറാഡൂണിലേക്കും വിമാനത്താവളത്തിലേക്കും എത്തിച്ചു. പരിക്കേൽക്കാതെ കുടുങ്ങിക്കിടക്കുന്ന പ്രദേശവാസികൾക്കായി ആവശ്യ സാധനങ്ങൾ വ്യോമമാർഗം എത്തിക്കുന്നുണ്ട്. വൈദ്യുതി, ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. സാറ്റലൈറ്റ് ഫോണാണ് സൈന്യം ഉപയോഗിക്കുന്നത്. ലിച്ചി ബാഗിലെ തകർന്ന പാലത്തിന് പകരം
ഭാഗീരഥി നദിക്കു കുറുകെ ബെയിലി പാലം നിർമ്മിക്കുകയാണ് സൈന്യം. കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ പരിശീലനം ലഭിച്ച നായ്ക്കളെ മേഖലയിൽ എത്തിച്ചിരുന്നു. ഉത്തരാഖണ്ഡിലെ പ്രളയത്തിൽ കുടുങ്ങിയ 28 മലയാളികൾ സുരക്ഷിതരാണെന്ന വിവരം ലഭിച്ചു. അതേസമയം ഉത്തരാഖണ്ഡിലെ ദേശീയപാതയിലെ തടസ്സങ്ങൾ നീക്കാൻ ഓപ്പറേഷൻ ശിവാലിക് എന്ന പേരിൽ പ്രത്യേക ദൗത്യം നടക്കുന്നുണ്ട്. ഗംഗോത്രി ദരാസു റോഡിലും വ്യാപക നഷ്ടമുണ്ടായി. ഇതിനിടെ ഉത്തരാഖണ്ഡിലെ ദരാലി ഗ്രാമത്തിൽ കനത്ത നാശം വിതച്ച മിന്നൽ പ്രളയത്തിന് കാരണം മേഘവിസ്ഫോടനമല്ലെന്ന് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. കൂറ്റൻ ഹിമാനിയോ ഹിമ തടാകമോ തകർന്നതാണെന്നും അതാണ് മിന്നൽ പ്രളയത്തിന് കാരണമായതെന്നും ലഭ്യമായ വിവരങ്ങൾ വിലയിരുത്തി ശാസ്ത്രജ്ഞർ പറഞ്ഞു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരന്ത മേഖലയിലെത്തിയിരുന്നു. സംഭവത്തെ അങ്ങേയറ്റം ദുഃഖകരവും ദുരിതപൂർണവുമാണെന്നാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വിശേഷിപ്പിച്ചത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പുഷ്കർ സിംഗ് ധാമിയുമായി സംസാരിച്ച് സ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട്. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.